ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഫിഷ് എങ്ങനെ അച്ചാറിടാം എന്നുള്ള ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ സാർഡിൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കിലോ മത്തി ചെറിയ പീസാക്കി കട്ടാക്കിയിട്ട് ഞാനിവിടെ മസാല തേച്ച് വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, പിന്നെ ഉപ്പ് പാകത്തിന്. ഈ 3 ഐറ്റംസും ഇതിൽ നന്നായി മിക്സ് ആക്കിയിട്ട് ഞാൻ എന്തൊരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അതിന് ശേഷം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിൽ എല്ലാം മത്തിയും ഇട്ടിട്ട് 2 സൈഡ് മറിച്ചിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ഓയിലിൽ മത്തി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 2 സൈഡും മൊരിയുന്ന വരെ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം എല്ലാ പീസും നമ്മൾ അതിൽ നിന്ന് കോരിയെടുത്തിട്ട് നമ്മൾ വേറെ മാറ്റി വയ്ക്കണം. അപ്പോൾ ഇവിടെ മീനിപ്പോൾ നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിൽ നിന്ന് കോരിയെടുത്തിട്ട് മാറ്റി വെച്ചേക്കാണ്. ഇനി ഇത് നമുക്ക് അച്ചാർ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം. അതിന് വേണ്ടി വെളുത്തുള്ളി 2 കുടം എടുത്തിട്ടുണ്ട്, ഇഞ്ചി 1 കഷ്ണം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ഒരു 10-12 എണ്ണം, കറിവേപ്പില. ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഫിഷ് പൊരിച്ച അതേ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മീൻ പൊരിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ തയ്യാറാക്കി വെക്കണം. അത് നമ്മൾ മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, പിന്നെ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, അതും ഒരു 1/4 ടീസ്പൂണ് മതി. പിന്നെ ഉലുവ പൊടിച്ച് വെച്ചതാണ്, അത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ കായം പൗഡർ ഞാനിവിടെ പാക്കറ്റ് വാങ്ങിയിട്ടുള്ളതാണ്, അത് 1 ടീസ്പൂണോളം കായം പൗഡർ ആഡ് ചെയ്യാം. അച്ചാറായതുകൊണ്ട് നമുക്ക് കായം ഇതിന് കുറച്ച് നല്ലതാണ്. പിന്നെ വാളംപുള്ളി ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞിട്ട് അതൊരു 1/4 കപ്പ് വാളംപുള്ളി പിഴിഞ്ഞ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പൊടികളൊക്കെ കൂടിയിട്ട് നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വാട്ടിയ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കരിയാണ്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായി മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായി ഇതിൽ മിക്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനെഗർ ആഡ് ചെയ്ത് കൊടുത്തു. വിനെഗർ ഒരു 2 ടീസ്പൂണോളം വിനെഗർ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. വിനെഗർ ആഡ് ചെയ്തിട്ട് നമ്മൾ വിനെഗർ ഒന്ന് തിളയ്ക്കാൻ നിൽക്കണം. അത് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടുക. പൊരിച്ച് വെച്ച മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ടിട്ട് ഒന്ന് നന്നായി മിക്സാക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളിതൊരു ടിന്നിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ചൂടാറിയിട്ട് വേണം. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിത് അടച്ച് സൂക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോൾ താങ്ക്സ്.